മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ദുർഗ പറയുന്നത് കേട്ടിട്ട് മഹാലക്ഷ്മിയും കണ്ണനാകെ അന്തം വിട്ടു പോവുകയാണ് കേട്ടോ. മാർക്കോ എങ്ങനെ ചെയ്യുമോ എന്നുള്ളത് ഒരിക്കലും അവർക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ദുർഗ അവർ മിണ്ടാതെ നിൽക്കുന്നത് കാണുമ്പോൾ കൂടുതലായിട്ട് പറയാണ്, എടാ മേഘനാഥൻ്റെ അടുത്ത് നിന്ന് അവളെ കാണാനില്ല, അവൾ ആ മാർക്കോയുടെ കൂടെ പോയി തോന്നുന്നു എന്നിങ്ങനെ പറയണം കേട്ടോ. മഹി ആകെ അന്തം വിടുകയാണ്. കാരണം മാർക്കോ എങ്ങനെ ചെയ്യുന്നു സ്വപ്നത്തിൽ പോലും അവർ കരുതിയിട്ടില്ലല്ലോ. അവരൊന്നും മിണ്ടില്ല. കരുണയും അതേപോലെ തന്നെ മഹാലക്ഷ്മിയോട് ഇങ്ങനെ തട്ടിക്കയറാണ് കേട്ടോ. ഇപ്പം നിനക്ക് സമാധാനം ആയില്ലേ? നിങ്ങൾ ഇഷ്ടപ്പെടാതല്ലേ കല്യാണം കഴിച്ചത്, അതിന് പകരം ചെയ്താണ് അല്ലേ എന്നെല്ലാം ചോദിക്കുകയാണ് കേട്ടോ. കിട്ടിയ സമയം കൊണ്ട് തന്നെ കരുണ മഹാലക്ഷ്മിയെ അടിച്ച് കയറി പോവുകയാണ് കേട്ടോ. ഒന്നും മിണ്ടാതെ അവരെന്തായാലും ഓഫീസിലേക്ക് പോവുകയാണ്. ഓഫീസിൽ പോയതും മാർക്കോയെ വിളിക്കണം. മാർക്കോ, നീ എവിടെയാണ്? ഞാനിത് അവിടെ ഉണ്ട് കാരണം സാറേ ചോദിക്കും. എനിക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇവിടെ കാണണം നിന്നെ, നീ എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് വരണം എന്നിങ്ങനെ പറയണം കേട്ടോ. ഓക്കെ എന്ന് മാർക്കോ പറയണം. പിന്നീട് മാർക്കോ മഞ്ജു സാഗറും കൂടി ഡ്രസ്സൊക്കെ മാറി വരികയാണ് കേട്ടോ. അതിനുശേഷം ഫ്രെയിം എടുക്കുകയാണ്, ഫോട്ടോ എടുക്കണം. ഇത് നിങ്ങൾ രണ്ടുപേരാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് മാർക്കോയുടെ നേതൃത്വത്തിൽ മഞ്ജുവിനെയും സാഗറിനെയും ഒന്നിപ്പിക്കുകയാണ് കേട്ടോ. അതിനുശേഷം മാർക്കോ പറയുന്നുണ്ട്, കണ്ണൻ സാർ എന്താണെന്നറിയില്ല, എന്നെ ഫോൺ ചെയ്തിട്ടുണ്ട്, എന്താണെന്നറിയില്ല എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, മേഘനാഥൻ ഇപ്പോൾ എല്ലാവരുടെയും പറഞ്ഞിരിക്കും, എന്നെ കാണാനില്ല എന്നുള്ളത് പറഞ്ഞിരിക്കുമല്ലോ, അത് വീട്ടിൽ അറിഞ്ഞിരിക്കും, അതുകൊണ്ടായിരിക്കും മാർക്കോട് അന്വേഷിക്കാൻ വേണ്ടി പറയാനായിരിക്കും. പിന്നെ അതുമല്ല, മാർക്കോ ആയിരിക്കും എന്ന് അവർക്കൊരു സംശയമുണ്ട് എന്ന് മഞ്ജു ഒരു ക്ലൂ കൊടുക്കുകയാണ് കേട്ടോ. പിന്നീട് അവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല രീതിക്ക് തന്നെ മാർക്കോ അവരെ ട്രീറ്റ് ചെയ്യണം കേട്ടോ. പിന്നീട് അതിനുശേഷം കണ്ണൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ. കണ്ണനെ കണ്ടതും മഹാലക്ഷ്മി ചാടിക്കയറി പറയാൻ കേട്ടോ, മാർക്കോ എന്ത് പണിയാണ് ചെയ്ത്? അവളിപ്പോഴും മേഘനാഥൻ്റെ ഭാര്യയാണ്, മാർക്കോയ്ക്ക് അതറിയില്ലേ? എങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടി ജീവിക്കും എന്നിങ്ങനെ ചോദിക്കട്ടോ. അത് കേൾക്കുമ്പോൾ മാർക്കോ ആകെ പൊട്ടിച്ചിരിക്കുകയാണ്. ഞാനല്ല, എൻ്റെ കൂടെ അല്ല വന്നിരിക്കുന്നത് മഞ്ജു എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ കണ്ണനാണ് അന്തം വിട്ടു പോവുകയാണ്. പിന്നെ ആരുടെ കൂടെയാണ്? നിൻ്റെ കൂടെയാണല്ലോ മഞ്ജു വന്നു എന്നാണല്ലോ അമ്മ അവിടെ പറയുന്നത് ചോദിക്കുകയാണ്. എൻ്റെ കൂടെയല്ല, അത് അവരുടെ വെറും തെറ്റിദ്ധാരണയാണ്. പിന്നെ ആരുടെ കൂടെയാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം സാഗറിൻ്റെ കൂടെയാണ് എന്നിങ്ങനെ മാർക്കോ പറയാണ്. മാർക്കോ ഒരിക്കലും നുണ പറയില്ല. മാർക്കോ പറയാണ് മഞ്ജു സാഗറിൻ്റെ കൂടെയാണ്. സാഗറിൻ്റെ കൂടെ സന്തോഷത്തോടെയാണ് മഞ്ജു കഴിയുന്നത്. പഴയ പോലെയൊന്നല്ല സാഗർ മേഡത്തിന് അങ്ങനെ ചെയ്തത് മേഘനാഥൻ പറഞ്ഞിട്ടാണ്. സാഗർ നല്ലൊരു പയ്യനാണ്, അതുകൊണ്ട് വീട്ടിലുണ്ട് അവർ രണ്ടുപേരും എന്നിങ്ങനെ പറയണം കേട്ടോ. മാർക്കോയോട് ദേഷ്യപ്പെടുകയാണ് മഹാലക്ഷ്മി. കാരണം എന്താ പറഞ്ഞാൽ സാഗറിൻ്റെ സ്വഭാവം മഹാലക്ഷ്മിക്ക് അറിയാമല്ലോ. സ്വന്തം കൂടപ്പറപ്പിനെ പോലെ മഹാലക്ഷ്മി കരുതിയിട്ടും അവൻ ചതിച്ചതാണ്. ഇനി അവൻ മഞ്ജുവിനെ ചതിക്കില്ല എന്ന് ആർക്കറിയും? അതുപോലെ നിയമപ്രകാരം മേഘനാഥൻ്റെ ഭാര്യയാണ് മഞ്ജു. ഇപ്പോൾ സാഗർ മഞ്ജുവിനെ തട്ടിക്കൊണ്ടുപോയി എന്നായിരിക്കും കേസ്. ഇത് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് മാർക്കോട് ഇങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും കൂടി ചോദിക്കുകയാണ് കേട്ടോ.